സാധാരണ നമ്മളെ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ മറ്റേ യൂസ്ഡ് കാർ ഡീലേഴ്സൊക്കെ വളരെ മോശക്കാരാണ്, തട്ടിപ്പാരാന്നൊക്കെയാണ് പറയണത്. അപ്പം ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ ഞാനൊരു ന്യൂസ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സപ്പോർട്ടീവായിട്ടാണ്. അതിൻ്റെ അകത്ത് അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഓൺഡ് കാർ അല്ലെങ്കിൽ യൂസ്ഡ് കാറാണ് ഇപ്പോൾ വാഹന വിപണിയിൽ ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട്. അവരെന്താ ഉദ്ദേശിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പുതിയ കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 5 വർഷത്തിനുള്ളിലാണ് ഈ വണ്ടിയുടെ വില ഡിപ്രിസിയേഷൻ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു എക്കണോമിസ്റ്റിനെയൊക്കെ നോക്കുമ്പോൾ അസറ്റ്സ്, അതായത് അസറ്റ്സിൽ വരുമ്പോൾ നമ്മൾ വീട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണ പോലെ കാർ ഒരു ഡിപ്രിഷിയേറ്റിംഗ് അസറ്റായിട്ടാണ് അതിൻ്റെ അകത്തും കാണിക്കുന്നത്. ഈ ഡിപ്രിസിയേഷൻ വരുന്നത് ആദ്യത്തെ 5 വർഷമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ പണ്ട് ഒരു യൂസ്ഡ് കാർ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വണ്ടി ഉപയോഗിച്ച് അവശതയായി ഇനി ഉപയോഗിക്കാൻ പറ്റാണ്ടാകുമ്പോഴാണ് കാറ് മാറി വേറെ വാങ്ങിക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ പോലെ തന്നെ ആളുകൾ വളരെ ഒരു ക്രൈസിൽ ഒരു വണ്ടി വാങ്ങിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അതിനേലും അഡ്വാൻസ്ഡ് ആയിട്ട് ഫീച്ചേഴ്സുള്ള വണ്ടികളൊക്കെ വരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി മാറി, വണ്ടി ഓക്കെ വളരെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് വണ്ടിയായിരിക്കും, മാറി അടുത്ത വണ്ടിയിലോട്ട് പോകുന്നു. അപ്പോൾ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഇപ്പോൾ യൂസ്ഡ് കാർ എന്ന് പറയാൻ പറ്റില്ല, പ്രീ ഓൺഡ് കാർസ് വേറൊരാൾ ഉപയോഗിച്ചിരുന്ന കാറാണ് എന്നേ ഉള്ളൂ. അങ്ങനെയുള്ള കാറുകൾ മാർക്കറ്റിൽ വളരെ അടിപൊളിയായത് പുതുപുത്തൻ പോലത്തെ കാറുകൾ അവൈലബിൾ ആണ്. ഇത് എല്ലാ ആളുകൾക്കും ഉള്ളതല്ല, നമ്മൾ വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ ചിലവാക്കുന്ന ഓരോ പൈസക്ക് മൂല്യം കാണുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു 5 വർഷം കഴിഞ്ഞിട്ടുള്ള വണ്ടികൾ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഡിപ്രിസിയേഷൻ കഴിഞ്ഞ് നമുക്ക് നല്ല വണ്ടികൾ ഭയങ്കരമായ ലാഭത്തിൽ കിട്ടും. അപ്പോൾ അത് വളരെ അഡ്വൈസബിൾ ആണ്. പിന്നെ ഒരുപാട് പിന്നെ മെയിൻലി നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ഈ OLX കണ്ടിട്ട് വെറുതെ എവിടെയെങ്കിലും പോയി കാറ് വാങ്ങിക്കാതെ കാറ് വാങ്ങിക്കുമ്പോൾ നോക്കുക അതിൻ്റെ ഓണർ തന്നെയാണ് സെല്ല് ചെയ്യണമെന്ന് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പോലെ ഒരു MVD ഓതറൈസ്ഡ് ഷോറൂമുകളാണോ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാ സംഭവങ്ങളിലും ഒരുപാട് തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ പറ്റിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് വാങ്ങിക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമ്മൾ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ കാർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ്, മണി ചിലവാക്കുന്ന എല്ലാ പൈസയ്ക്കും വാല്യൂ കാണുന്ന ഒരാളാണെങ്കിൽ ഇതുപോലെ നമ്മുടെ പോലെ ഒരു യൂസ്ഡ് കാർ മാർക്കറ്റിലും കൂടി ഒന്ന് സെർച്ച് ചെയ്തിട്ട് വാങ്ങിക്കുക. പഴയ പോലെ യൂസ്ഡ് കാർ മാർക്കറ്റിൽ സെർച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങി നടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വിളിക്കുക, ഫോണിൽ തന്നെ എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആണ്. അപ്പം പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കാർ വാങ്ങിക്കാനല്ല പറയുന്നത്, നമ്മളൊരു എന്താ പറയുക, ഒരു അറിവ് ഷെയർ ചെയ്യുക എന്നുള്ള വിധത്തിൽ ഇതാണ് ലാഭകരമായിട്ടുള്ളൊരു ഇത്. നമ്മളല്ല വളരെ ഇപ്പോൾ എല്ലാം സർവേയും സംഭവങ്ങളൊക്കെ ബേസ്ഡ് ചെയ്തിട്ടാണ്, റിവ്യൂസ് സർവേ ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ആൾക്കാർ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ സർവേ പ്രകാരം ഇപ്പോൾ ലാഭകരമായിട്ടുള്ളത് എപ്പോഴും നല്ല പ്രീ ഓൺഡ് കാർസാണ്. പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുതിയ കാർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളോ ഒരു ആഡ് ഓൺ കാറും കൂടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്ട്രെയിറ്റ് അവേ പോയി ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മളെയൊക്കെ പോലുള്ള യൂസ്ഡ് കാർ ഷോറൂമുകളിലൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്യുക, നോക്കുക, നല്ല വണ്ടി നോക്കി വാങ്ങുക. അതിന് ഒരുപാട് വണ്ടികൾ ചെക്ക് ചെയ്യാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്.